നമസ്കാരം. നമ്മൾ ഡയമണ്ടിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്, അതിനെക്കുറിച്ചുള്ള ഒരു നോളജ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിടാൻ ശ്രമിക്കുകയാണ്. അതിനകത്ത് നമ്മൾ 4C ഡയമണ്ടിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ആദ്യം അറിയേണ്ടത് 4Cs ഓഫ് എ ഡയമണ്ട്. 4C നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും, 4Cs ഓഫ് എ ഡയമണ്ട്. അതിനകത്ത് ആ 4Cയിൽ ആദ്യത്തെ C എന്ന് പറയുന്നത് കളറാണ്, ഡയമണ്ടിൻ്റെ കളറിനെയാണ് നോട്ട് ചെയ്യുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാരിറ്റി, ഡയമണ്ടിൻ്റെ ക്ലാരിറ്റി. മൂന്നാമത്തത് അതിൻ്റെ കട്ട്. നാലാമത്തത് അതിൻ്റെ ക്യാരറ്റ് വെയിറ്റ്. ക്യാരറ്റ് എന്ന് പറയുന്നത് ഡയമണ്ടിൻ്റെ വെയിറ്റാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് എപ്പോഴും ഒരു തെറ്റിദ്ധാരണ വരാവുന്നത്, നമ്മൾ സ്വർണ്ണത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയും 24 ക്യാരറ്റ് എന്ന് പറയും, 22 ക്യാരറ്റ് എന്ന് പറയും, 18 ക്യാരറ്റ് എന്നൊക്കെ പറയും. അത് ആ ക്യാരറ്റ് KARAT ആണ്. സ്വർണത്തിൻ്റെ പ്യൂരിറ്റി വരുന്ന ആ ക്യാരറ്റ് KARAT ആണ്. ഡയമണ്ടിൻ്റെ പ്യൂരിറ്റി അല്ല, ഡയമണ്ടിൻ്റെ വെയിറ്റാണ്, തൂക്കമാണ് ഈ ക്യാരറ്റിനകത്ത് വരുന്നത്. അത് CARAT എന്നാണ് അത് എഴുതുന്നത്. അപ്പോൾ അങ്ങനെയാണ് 4C എന്ന് പറയുന്നത് കളറ്, ക്ലാരിറ്റി, കട്ട്, ക്യാരറ്റ് വെയിറ്റ്. ഇനിയിപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഓരോന്നിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വിശദമായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾക്ക് അറിയാവുന്ന നല്ലപോലെ അറിയുന്ന രീതി പറഞ്ഞ് സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാം, എക്സ്പ്ലെയിൻ തരാം. കളറില്ല, ക്ലാരിറ്റി ഇല്ല, കട്ടില്ല, ക്യാരറ്റ് ഇല്ല എന്നുള്ളത് പറഞ്ഞു തരാം.